അങ്ങനെ ഈ എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ഒരു എമർജൻസി വാർഡിലേക്കാണെങ്കിൽ ഒരാളാണെങ്കിൽ നഴ്സിനെ പിടിച്ചിട്ട് വരുവാണ്. എന്നിട്ട് കയ്യിലാണെങ്കിൽ കത്തിയുണ്ട്, കത്തി കാണിച്ച് പേടിപ്പിക്കുന്നുണ്ടാകും. എന്നിട്ട് പറയും ഞാൻ പറഞ്ഞ ഡ്രഗ്സ് ഒക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ തന്നെ ആ ഒരു നഴ്സാണെങ്കിൽ ആ ഒരു ഡ്രഗ് എടുത്ത് നമ്മുടെ ആ ഒരു ഡോക്ടറിന് കൊടുക്കൂട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ നിൽക്കണം, ഞാൻ നിങ്ങൾക്ക് തരാം, ആ പെങ്കൊച്ചിനെ വെറുതെ വിട്ടേക്കെന്നും പറഞ്ഞ് അത് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഈ പെങ്കൊച്ചാണെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കട്ടോ. ആ നഴ്സ് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ ഡോക്ടറാണെങ്കിൽ ആ ഒരു കത്തി പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അത് പറ്റില്ല. അങ്ങനെ അവരങ്ങനെ താഴോട്ട് വീഴുമ്പോൾ തന്നെ എന്താ ആ ഒരു ഡോക്ടറിന് പരിക്ക് പറ്റിയിട്ടുണ്ടാവും കേട്ടോ. ആ കഴുത്തിൻ്റെ അവിടെ മുറിഞ്ഞ് ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ടാകും. അവർ മാക്സിമം രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഡോക്ടറാണെങ്കിൽ അവിടെ ഓൺ ദി സ്പോട്ടിൽ മരിക്കുന്നുണ്ടാകും കേട്ടോ. മറ്റേ കുറ്റവാളിനെ ആണെങ്കിൽ പോലീസുകാരൊക്കെ പിടിക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗേറും നമ്മു ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ അവളുടെ ഒരു കൂട്ടുകാരനാണെങ്കിൽ അമ്മയുടെ അടുത്ത് എന്തോ സംസാരിക്കുന്നുണ്ടാകും. അപ്പം അമ്മ ഇങ്ങനെ പറയും നിങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും ഞങ്ങൾ മുന്നേ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നമ്മു ആണെങ്കിൽ ആ ചെറുക്കനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മു ഇങ്ങനെ പറയും ഞാൻ തന്നെ കണ്ടിട്ട് എത്ര നാളടാ, 5 കൊല്ലമല്ലേ നമ്മൾ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ടാകും ഞാൻ ഗേറുടൊപ്പം വർക്ക് ചെയ്യണ കാര്യം നീ അമ്മയടുത്ത് ഒരു കാരണവശാലും പറയരുതെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും ഞാൻ നോക്കട്ടെ, എന്തായാലും അമ്മ ഞാൻ പോവാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് നമ്മ പറയുന്നുണ്ടാകും ഞാൻ ഗേറുവിനെ വീട്ടിലാക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ അമ്മ പറയും ഇവന് വീട്ടിലാകാൻ ഇപ്പം എന്താ, ഇവൻ കുഞ്ഞു പുള്ളിയൊന്നുമില്ല, അപ്പുറം കാണുന്നതല്ല അവൻ്റെ വീട്, അവൻ പൊക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ അവനെന്ന് പറയും ഇല്ല ഞാൻ പോവാന്നും പറഞ്ഞ് ഗേറുവിനെ വിളിച്ചിട്ട് ഗേറുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടാകും. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും അല്ലെങ്കിൽ നീ വീട്ടിലൊരു പണി എടുക്കണ്ടാടി, അവൻ്റെ വീട്ടിൽ നീ പണിയൊക്കെ എടുത്തോന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗേറു ആണെങ്കിൽ ആ ഒരു നമ്മുടെ അമ്മയടുത്ത് പറയുന്നുണ്ടാകും നമ്മുടെ അമ്മ അവളൊരിക്കലും അവിടെ പണിയൊന്നും എടുക്കണ്ടായിരുന്നില്ല, മുന്നേ അതെ ഇപ്പോഴും അതെ, മുന്നേ ഞാനും എൻ്റെ അച്ഛനുമാണ് പണിയൊക്കെ എടുത്തോണ്ടിരുന്നത്, ഫുഡ് ഉണ്ടാക്കും അതുപോലെ തന്നെ പാത്രം കഴുകലൊക്കെ ഞങ്ങൾ തന്നെയാണ്, അവള് വെറുതെ ഫുഡ് കഴിച്ചിട്ട് വെറുതെ ഇരിക്കാറാണ് പതിവ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗേറു ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും. അപ്പോൾ ഇവള് വരുമ്പോൾ തന്നെ എന്താ അങ്കിളാണെങ്കിൽ ഒരു ഫോണിൽ സംസാരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം തന്നെ നമ്മുടെ നമ്മു ആണെങ്കിൽ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ഹലോ മൂറ്റു ഹെവൻ ആണ് പറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് അടുത്തൊരു പണി വന്നിട്ടുണ്ടാകും. അങ്ങനെ അവരാണെങ്കിൽ വണ്ടി കയറി ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും കേട്ടോ. അത് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വീടൊക്കെ ആയിരിക്കും. അങ്ങനെ ഇവർക്കാണെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ പൈസ കിട്ടും കേട്ടോ. അപ്പോൾ പൈസ കിട്ടുമ്പോൾ അങ്കിൾ പറയും ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അവൾ പറയും ഞാനാണ് അക്കൗണ്ടൻറ്റ്, ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി തരാമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ടാകും നീ അത് അടിച്ച് മാറ്റാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവരങ്ങനെ ആ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ എന്താ അവിടുത്തെ അച്ഛനും അമ്മയാണെങ്കിൽ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കണായിരിക്കും കേട്ടോ. രണ്ടുപേരും എന്തോ കാര്യം പറഞ്ഞ് തല്ല് പിടിക്കണായിരിക്കും. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു ഡോക്ടറിൻ്റെ റൂമിൽ വന്നിട്ട് ഡോക്ടറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം അതിനകത്താണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ടാകും, ഒരുപാട് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ എന്തോ ഒരു നോട്ടീസും ഉണ്ടാകും. അപ്പം അതിനകത്ത് മാത്രമല്ല പാസ്പോർട്ടും എന്തോ ടിക്കറ്റും ഉണ്ടാകും, പിന്നെ ഒരു ഗിഫ്റ്റിൻ്റെ ബോക്സ് ഉണ്ടാവും കേട്ടോ. അപ്പം അവനെ തുറന്ന് നോക്കുമ്പോൾ ഒരു കത്തായിരിക്കും. അപ്പം തന്നെ ഇവനാണെങ്കിൽ വന്നിട്ട് പറയും ഈ ഒരു കത്തിലുള്ള ആരാന്ന് നിനക്കറിയോ, എനിക്ക് അവരെ കണ്ടുപിടിക്കണം, അതെനിക്ക് പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞ് അവർക്കാണെങ്കിൽ ആ ഒരു കത്ത് കൊടുക്കുമ്പോൾ ആ ഒരു അച്ഛന് ആ ഒരു ഡോക്ടറിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടാകും ഇതൊന്നും നിൻ്റെ പണിയിലല്ല, നിനക്ക് തന്ന പണി നീ ചെയ്തിട്ട് വീട്ടിൽ പോകാൻ നോക്കുന്നും പറഞ്ഞ് ആ ഒരു സംഭവമാണെങ്കിൽ തീയിലേക്ക് ഇടുന്നുണ്ടാവും കേട്ടോ. അപ്പം തന്നെ ഇവനാണെങ്കിൽ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ കൈയൊക്കെ പൊള്ളുന്നുണ്ടാകും. അപ്പം നമ്മൾ പറയും എടാ നീ എന്തിനാണ് എടുക്കുന്നത്, അത് തീയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും അയ്യോ ആ പേപ്പർ കത്തിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ആ ഒരു ചാരത്തിൽ നോക്കി ഇവനിങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു അങ്കിൾ പറയുന്നുണ്ടാകും നീ എന്തിനാ വെറുതെ ചാരം നോക്കി നിൽക്കുന്നത്, നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ശരിക്കും എനിക്കിത് ആരാന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ഒരു പക്ഷേ അവരുടെ ലവറിന് വേണ്ടിയിട്ട് എഴുതിയതായിരിക്കും ആ ഒരു ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവരാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്താ ഇവനിക്ക് ഒരു സെല്ലോ വായിക്കണേൻ്റെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു കാർഡ് കിട്ടും. അപ്പോൾ ഇവനത് നോക്കുമ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡോക്ടറാണെങ്കിൽ അതിൽ പോകാൻ വേണ്ടിയിട്ടൊരു ടിക്കറ്റ് വരെ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവർ പറയുന്നുണ്ടാകും ഒരു പക്ഷേ ഇതിലുള്ള ആരെങ്കിലും ആയിരിക്കും അവൻ്റെ കാമുകി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരാണെങ്കിൽ കാമുകിനെ നേരെ കാണാമെന്ന് ഓർത്തിട്ട് ആ ഒരു ഷോയിലേക്ക് പോകുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ റിസപ്ഷനിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കാണണം ഒരു കാര്യം ചോദിക്കാനെന്നൊക്കെ പറയുമ്പോൾ അവർ പറയും സോറി ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ റിഹേഴ്സലാണ്, നിങ്ങൾക്ക് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോൾ ചെയ്ത് നോക്കുന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഗേറു പറയുന്നുണ്ടാകും എനിക്ക് മൂത്രമൊഴിക്കാൻ തോന്നണം എന്നൊക്കെ പറഞ്ഞ് ഇവരാണെങ്കിൽ അങ്ങനെ ടോയ്ലറ്റ് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്കിൾ പറയും എനിക്കറിയാം നിൻ്റെ ട്രിക്കല്ലേ എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഗേറി പറയും ഇല്ല എനിക്ക് സത്യമായിട്ട് എനിക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ടോയ്ലറ്റിലോട്ട് കയറുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവർ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു സെല്ലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടാകും. അപ്പം തന്നെ നമ്മുടെ നമ്മു ആണെങ്കിൽ വേറൊരു പെണ്ണെടുത്ത് ചെന്ന് ചോദിക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു ഡോക്ടറിനെ അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പെണ്ണ് ഇല്ലയെന്ന് പറയും. നമ്മുടെ അങ്കിളാണെങ്കിലും വേറൊരു സെല്ലിസ്റ്റിനോട് ചോദിക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു ഡോക്ടറിനെ അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കും അറിയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ നല്ല പ്രായമായിട്ടൊരു സെല്ലിസ്റ്റ് ഉണ്ടാകും. അങ്ങനെ അവസാനം അവിടെ ചോദിക്കുമ്പോൾ എന്താ അവർക്കും അറിയില്ലായിരിക്കും. അപ്പോൾ ഇവർക്ക് മനസ്സിലാകും അപ്പോൾ ഇതൊന്നും അല്ല ലവർ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഗേറു ആണെങ്കിൽ വാഷ്റൂമിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് കൈ കഴുകുമ്പോൾ എന്താ അടുത്ത് നിൽക്കുന്ന ആരോടോ ഇങ്ങനെ
ടാറ്റു കാണുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനകത്ത് ആ ഒരു ഡോക്ടറിൻ്റെ പേരായിരിക്കും ടാറ്റുവിൽ ഉണ്ടാവുന്നത്. അങ്ങനെ അവനാണെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ മറ്റവനൊക്കെ ഇങ്ങനെ പറയും, അങ്കിളൊക്കെ പറയും, എടാ നമുക്ക് എന്തായാലും തെറ്റ് പറ്റി, ഇവിടെ ലവറൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും അദ്ദേഹത്തിൻ്റെ ലവർ ഇവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് ആ ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഒരു ഗേ ആയിരിക്കും കേട്ടോ. അപ്പോൾ മറ്റേ ആ ഒരു മെയിലായിട്ടുള്ള സെല്ലിസ്റ്റ് ആയിട്ടായിരിക്കും അയാൾക്ക് ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ ആ ഒരു മെയിലായിട്ടുള്ള സെല്ലിസ്റ്റ് ആണെങ്കിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഇവരിങ്ങനെ പറയുന്നുണ്ടാകും, ഹലോ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡോക്ടറിനെ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയും എനിക്കറിയായിരുന്നു, പക്ഷെ ഞങ്ങളിപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആണ്, എനിക്കിപ്പോൾ വലിയ പരിചയമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഗേറ് പറയുന്നുണ്ടാകും, അതെന്താ അങ്ങനെ, നമ്മൾ പരിചയമുള്ളവരെങ്ങനെ ഇങ്ങനെ സ്ട്രേഞ്ചർ ആവണേന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്കിളാണെങ്കിൽ ഇവനെ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടാകും. എടാ വേണ്ടടാ, അതൊക്കെ ഒരു ജീവിത സാഹചര്യമാണ്, നമുക്ക് പോവാടാന്നൊക്കെ പറയുമ്പോൾ ഗേറുവാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആ ഒരു ഡോക്ടർ ഇന്നിപ്പോൾ ജീവനോടെ ഇല്ല, അദ്ദേഹം ഇന്നൊരു ദിവസത്തിൽ മരിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാവട്ടോ. അപ്പോൾ തന്നെ അങ്കിൾ പറയും, എടാ അയാൾക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ല, നമുക്ക് പോവാമെന്നും പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ടാകും. ഈ പുള്ളിക്കാരാണെങ്കിൽ വല്ലാതെ അങ്ങ് ഷോക്കായിട്ട് അകത്ത് കയറിയിട്ട് അപ്പം തന്നെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ആ ഒരു ഡോക്ടറിന് ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ അവർ പറയുന്നുണ്ടാകും, സോറി ഡോക്ടർ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ആ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ടാകും. അപ്പം നമ്മുടെ നമ്മ പറയുന്നുണ്ടാകും, എനിക്ക് ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെന്തായാലും ഇവിടെ വരെ വന്നില്ലേ, നമുക്കൊരു ഷോയെ കണ്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ബോഡി ഗാർഡ് പറയുന്നുണ്ടാകും, ഇവാനിനെ കാണുന്നില്ല, എല്ലാവരും പെട്ടെന്ന് തന്നെ അന്വേഷിക്കുന്നൊക്കെ പറയുന്നുണ്ടാകട്ടെ. ഇവാൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബോയ് ഫ്രണ്ട് ആയിരിക്കും. അപ്പം തന്നെ ഇവർക്ക് വല്ലാതൊരു കൺഫ്യൂഷൻ ആകും. അപ്പോൾ അയാളപ്പോൾ അയാൾക്കടെ ശരിക്കും ബോയ് ഫ്രണ്ട് ആയിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗേറ് പറയുന്നുണ്ടാകും, നമുക്ക് എന്തായാലും അയാളെ കണ്ടുപിടിക്കണം, അയാൾക്ക് എനിക്കൊരു ബോക്സ് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ടാകും, അയാളെന്നാലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും പോകാൻ ചാൻസ് ഉണ്ടാവുക, വല്ല ക്ലബിലൊക്കെ ആയിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മ പറയും, ഒരിക്കലുമില്ല, അവരെ എവിടെയാണോ ആദ്യം കണ്ടത് അവിടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗേറ് പറയുന്നുണ്ടാകും, എനിക്കറിയാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സെല്ലിസ്റ്റ് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ആണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്കായിരിക്കും പോകുന്നുണ്ടാകുന്നത്. എന്നിട്ടൊരു പഴയ സീൻ കാണിക്കും, ഒരു വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ക്രിസ്മസ് ദിവസത്തിൽ പുള്ളിക്കാരൻ ഡ്യൂട്ടിക്ക് കയറുന്നുണ്ടാകും. ആ ഒരു സമയത്ത് തന്നെ ഏതൊരു ആക്സിഡന്റ് പറ്റി ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സെല്ലിസ്റ്റിനെ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറയും, എൻ്റെ സെല്ലോ അവിടെ ഉണ്ട്, എനിക്കത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ടാകും, നിങ്ങൾക്കിപ്പോൾ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങളൊന്ന് അടങ്ങി കിടക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചികിത്സിക്കുന്നുണ്ടാകും. അങ്ങനെ ഈ പുള്ളിക്കാരാണെങ്കിൽ ആ ഒരു സെല്ലോ ഇങ്ങനെ വായിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ വന്നിട്ട് ചോദിക്കും, എന്താ ഇപ്പോൾ ഓക്കെ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഓക്കെ എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ആ ഡോക്ടർ പറയും, എനിക്കൊരു പാട്ട് ഇതാക്കി തരുമോ, മ്യൂസിക് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയും, പിന്നെ എന്താ ഞാൻ ചെയ്തു തരാമല്ലോ എന്നും പറഞ്ഞ് ക്രിസ്മസിൻ്റെ പാട്ട് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ ആ ഒരു സെല്ലോയിൽ വായിക്കുന്നുണ്ടാകും. അപ്പം എല്ലാവരും അത് കേട്ടിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ടാകും കേട്ടോ. പിന്നീട് അവരാണെങ്കിൽ റിലേഷനിലായിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു ഡോക്ടറിനാണെങ്കിൽ എല്ലാവരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ പബ്ലിക് ആക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്കാരൻ കൈ പിടിച്ച് നടക്കാനൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഡോക്ടർ ആണെങ്കിൽ അവൻ്റെ ഒരു സാൻ ഫ്രാൻസിസ്കോയുടെ ഒരു പഠിക്കണേൻ്റെ ഒരു സാധനം കാണുമ്പോൾ പറയും, നമുക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ പോയാലോ, ഞാൻ എന്തായാലും ലീവ് എടുക്കാം, 2 മാസത്തോളം ലീവ് കിട്ടിയിരിക്കും, നമുക്ക് എന്തായാലും പോവാന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ബോയ് ഫ്രണ്ട് പറയും, നമുക്കെന്താ പോവാ, എനിക്ക് എന്തായാലും സന്തോഷമാണ്, നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ഈ ഒരു പുള്ളിക്കാരാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിട്ട് ആ ഒരു ഡോക്ടറിൻ്റെ ആ ഫോട്ടോയൊക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ കണ്ടിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരെങ്ങനെ പോകാമെന്ന് വെച്ച ആ ഒരു സമയത്ത് നമ്മുടെ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ വരുന്നില്ല, നീ പൊക്കോളം പറയുമ്പോൾ അവൻ പറയും, ഞാനെങ്ങനെ പോകാനാ, ഞാൻ പോവില്ല, ഞാൻ ഇവിടെ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ പറയും, നീ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച സ്ഥലമല്ലേ, എന്തായാലും നീ പൊക്കോ, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ തന്നെ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടാകും കേട്ടോ. ഞാനൊരു ധൈര്യമില്ലാത്തൊരുത്തനായി പോയി, നീ അതുകൊണ്ട് എന്നെ നോക്കി നിൽക്കണ്ട, നീ നിൻ്റെ ജീവിതം അങ്ങ് ജീവിക്കുന്നൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ടാകും, ഇനി മുതൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആണ്, എനിക്ക് നിന്നെ ഇനി പരിചയമില്ല, ഞാൻ നിന്നെ കാണാനും വരില്ല എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് അങ്ങ് പോയിട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഡോക്ടറിൻ്റെ അച്ഛനാണെങ്കിൽ മിലിറ്ററി ആയതുകൊണ്ട് തന്നെ അച്ഛനൊന്നും ഒട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ ഒരു റിലേഷൻ്റെ കാര്യം. അതുകൊണ്ടാണ് അവനിക്ക് ആ റിലേഷനിൽ നിന്നിങ്ങനെ പിരിഞ്ഞ് വരേണ്ട ഒരു സാഹചര്യം വന്നത്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഗേറും അവരൊക്കെ ആണെങ്കിൽ ആ ഒരു റൂഫ് ടോപ്പിൽ വന്നിട്ട് പുള്ളിക്കാരത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും, അത് നമ്മൾ പറയുന്നുണ്ടാകും, നിങ്ങൾ സമാധാനിച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകുക, എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ആ ഡോക്ടറാണെങ്കിലും ഇതൊന്നും അല്ലല്ലോ നിങ്ങളെ പറ്റി ആഗ്രഹിച്ചതെന്നൊക്കെ പറയുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ടാകും, ശരിക്കും നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടാകും, ഞങ്ങൾ ആ ഡോക്ടറിൻ്റെ ട്രോമ ക്ലീനേഴ്സ് ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറിന് സാധനം കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ ഗേറ് പറയുന്നുണ്ടാകും, ഡോക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛനത് കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് ആ ഒരു സംഭവം നോക്കുമ്പോൾ എന്താ അതിൽ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാനുള്ള ടിക്കറ്റും അതുപോലെ തന്നെ ഇയാളെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു മോതിരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ടാകും, ആ ഒരു കത്തിൽ എഴുതിയ കാര്യം, ഞാൻ നിന്നെ കാണുന്നവരെ ഞാനൊരു ഭീരുവായിരുന്നു, നിന്നെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇത്തിരി ധൈര്യമൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ട് എഴുതിയിട്ടുണ്ടാകും കേട്ടോ. ഇനി മുതൽ ഞാൻ നിൻ്റെ കൂടെയാണ് ജീവിക്കുള്ളൂ, അതിനുള്ള ധൈര്യം എനിക്കിപ്പോൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു
നോട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് പുള്ളിക്ക് വല്ലാത്തൊരു സങ്കടമായിരിക്കും. എന്നിട്ട് ആ ഒരു സെല്ലിസ്റ്റ് ആണെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടാകും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മ്യൂസിക് സമർപ്പിക്കണേ എന്നും പറഞ്ഞിട്ട് ആ ഒരു ക്രിസ്മസിൻ്റെ തീമുള്ള ആ ഒരു മ്യൂസിക് ആണെങ്കിൽ അവനിങ്ങനെ കേൾപ്പിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ അങ്കിൾ ഇങ്ങനെ പറയുന്നുണ്ടാകും, അവൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ, അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു റിലേഷനിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാണ്ടിരുന്നേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഒരാളെ സ്നേഹിക്കുന്നത് ഇത്രയ്ക്കും പ്രശ്നമാണ്, അതിലെന്താ ഇത്ര ബുദ്ധിമുട്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നിന്റെ അച്ഛന് നിന്നെ പറ്റി ബുദ്ധിമുട്ടുണ്ടാകും, നീ ഇങ്ങനെ ഒരാളായതുകൊണ്ട് തന്നെ അച്ഛന് ഒരു കുറവായിരിക്കും എല്ലാവരുടെ മുമ്പിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഒരിക്കലുമില്ല, എല്ലാവരും എന്നെ കളിയാക്കുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒരിക്കലും പേടിക്കണ്ട, നിനക്കൊരു കുറവുമില്ല, അച്ഛനൊരു നാണക്കേടുമില്ല എൻ്റെ മോനെ പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അതൊക്കെ പറയുമ്പോൾ അങ്കിളിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്കിൾ കിടക്കുമ്പോൾ പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കും, ഇവൻ ആരെയും ഇങ്ങനെ തല്ലുന്നതും എന്തൊക്കെയോ പറയുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവനാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറുക്കനാണെങ്കിൽ ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. എന്നിട്ട് അവനിങ്ങനെ പറയുന്നുണ്ടാകും, നിന്റെ എനിമി മുമ്പിൽ നിൽക്കണ കണ്ടില്ലേ, എണീച്ച് അവനെ കൊല്ല്, നീ എന്താ എണീക്കാത്ത, എണീക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടാകും കേട്ടോ. ഇനി ഇത് ആരാണ് എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്നുള്ള കാര്യമൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.